ചൈനയുടെ ഉറക്കം കെടുത്തുന്ന കരാറുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയുമായി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്കറിയാം, മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത് ചൈനയുടെ ജീവനാഡിയാണ്. ആ മലാക്ക കടലിടുക്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ 80% സാമ്പത്തിക പരമായിട്ടുള്ള കാര്യങ്ങളും തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതേ മലാക്ക കടലിടുക്കിൽ ഇന്ത്യ ബ്രഹ്മോസ് വിന്യസിച്ചാൽ എങ്ങനെയിരിക്കും? ഇപ്പോഴിതാ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ചൈനയുടെ ഉറക്കം കെടുത്തി മലാക്ക കടലിടുക്കിന് സമീപം ഇന്ത്യൻ മിസൈലുകൾ വിന്യസിക്കാൻ ഇന്തോനേഷ്യയുമായി ഇന്ത്യ ബ്രഹ്മോസ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്തോനേഷ്യൻ തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്തയിൽ പ്രധാനമന്ത്രി മോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുബിയാന്റോയും തമ്മിൽ ഒരു സുപ്രധാനമായിട്ടുള്ള കരാർ ഒപ്പുവെച്ചു. ഈ കരാർ ഒപ്പുവെച്ചതിലൂടെ ചൈനയുടെ ശത്രുരാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യക്ക് എയർ ടു എയർ അസ്ത്ര മിസൈലും സൂപ്പർസോണിക് ക്രൂയിസ് ബ്രഹ്മോസ് മിസൈലുകളും നൽകാനുള്ള സുപ്രധാന തീരുമാനമാണ് ഇന്ത്യ എടുത്തത്. ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു തദ്ദേശീയ എയർ ടു എയർ അസ്ത്ര മിസൈൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇതാദ്യമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ജൂലൈ 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ 3 ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത്. ജക്കാർത്തയിൽ നടന്ന ഒരു പ്രത്യേക യോഗത്തിൽ അദ്ദേഹവും പ്രസിഡന്റ് സുബിയാന്റോയും ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം 20 പോയിന്റുകളിൽ കരാർ ഒപ്പുവെച്ചു. കൃഷി, പ്രതിരോധം, ധാതുക്കൾ, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ പ്രധാന കരാറുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യ ഇന്തോനേഷ്യക്ക് എത്ര മിസൈലുകൾ നൽകും, അല്ലെങ്കിൽ എത്ര വലിയ കരാർ ഉണ്ടാക്കിയെന്നതിന്റെ വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും 2 മിസൈലുകളുടെയും കയറ്റുമതി മേക്ക് ഇൻ ഇന്ത്യയെയും ഇന്ത്യൻ ആയുധ കയറ്റുമതിയെയും ലോകത്ത് വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ കരാർ ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ ശേഷിയും തദ്ദേശ ആയുധ ഉൽപാദനവും വർദ്ധിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആകെപ്പാടെ 3877 രൂപയുടെ കരാറാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്തോനേഷ്യയിലേക്ക് ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നതിനായി ഇന്ത്യ ഏകദേശം $400 മില്യൺ ബ്രഹ്മോസിന്റെ മാത്രം തുകയാണത്. 77 കോടി രൂപ കരാറിൽ ഒപ്പുവെച്ചു. ലോകത്തിന്റെ ഏക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ബ്രഹ്മപുത്രയുടെയും റഷ്യയിലെ മോസ്കവ നദിയുടെയും പേരുകളുടെ സംയോജനമാണ് ബ്രഹ്മോസ് എന്ന പേര്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ബ്രഹ്മോസ് മിസൈലിന്റെ വ്യോമപതിപ്പ് ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമത്താവളം വിജയകരമായി തകർത്തതാണ് ബ്രഹ്മോസിന് ഇത്രയ്ക്ക് ഹൈപ്പ് ലോക രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.